കുബേര സിനിമ കണ്ട് കുബേരയുടെ സംവിധായകൻ ആദ്യം ആരെന്ന് നോക്കട്ടെ. ഇയാളുടെ പേരും ഹൈലൈറ്റഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ശേഖർ കമ്മുലാസ് കുബേര. ആള് തെലുങ്കു ഇൻഡസ്ട്രി എന്നുള്ള ആളാണ്. നമ്മുടെ നാഗാർജുന ഇതിനകത്തുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ഇതൊരു തെലുങ്കു മൂവിയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡബ്ഡ് വേർഷൻ അല്ല, തെലുങ്കിലും തമിഴിലും ഡിഫറെന്റ് ആയിട്ട് എടുത്തിരിക്കുന്ന സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഒരു തമിഴ് മൂവിയുടേതായിട്ടുള്ള ഒരു ഫീലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സോളം നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് എടുത്തു പറയാൻ കാരണം എനിക്ക് തമിഴ് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഒരു തമിഴ് സിനിമയുടെ ഒരു സോളം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കിട്ടുന്നില്ല. പിന്നെ ആകെ ഉള്ള ഒരു തമിഴ് സോളം എന്ന് പറയുന്നത് ധനുഷ് എന്ന ആക്ടറാണ്. അദ്ദേഹത്തിനെ മാത്രം കണ്ടുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് കയറിയത് തന്നെ. അത് ഈ സിനിമ കാണാൻ പോയപ്പോഴത്തേക്കുണ്ടായ കോമഡിയൊക്കെ അത് വേറൊരു സംഭവമാണ്. അത് എന്തായാലും ഒരു തിയേറ്റർ ബേസ്ഡ് ആയിട്ട് പറയേണ്ടതാണ്. അത് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം. ആനുകാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റാണ്. അത് പൊതുജനത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റും കൂടിയാണ്. കാരണം നമ്മൾ ഈ തിയേറ്ററിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചില തിയേറ്റർ ഓണേഴ്സിന് ഒരു തോന്നലുണ്ട്, നമ്മളെന്തോ ഇല്ല ഫ്രീ ആയിട്ട് റഹ്മാൻ എന്നല്ല, പലരും ഫ്രീ ആയിട്ട് ബിരിയാണിയൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റഹ്മാൻ ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ കണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ സാധുക്കൾക്കായിട്ട് ഭക്ഷണം വിളമ്പുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മളെന്തോ ഫ്രീ ആയിട്ട് ഭക്ഷണം വിളമ്പുന്നിടത്ത് കഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇന്നിവിടെ ഭക്ഷണം ഇല്ല എന്ന് പറയുന്ന കണക്കുള്ള ഒരു രീതിയിൽ ചില പെരുമാറ്റങ്ങൾ ഒരു തിയേറ്റർ സൈഡിൽ നിന്നുണ്ടായത്. തിയേറ്ററുകാരെ കുറ്റം പറയല്ല, കാരണം തിയേറ്ററിന്റെ അവസ്ഥ അതാണ്. അത് ഞാൻ വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 ആളാണ് ബാൽക്കണിയിൽ ഇരുന്ന് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ട് ഒരു തിരക്കും ഇല്ലാതെയാണ് സിനിമ കണ്ടത്. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റി. അപ്പോൾ സിനിമ വളരെ വമ്പൻ സെറ്റപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ സംവിധായകൻ, അതായത് അദ്ദേഹം തന്നെയാണ് റൈറ്ററും. അദ്ദേഹത്തിന് നമ്മുടെ റിലയൻസിന്റെ അംബാനിയായിട്ട് എന്തോ നല്ല ഉടക്കമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പ്രീവിയസ് സിനിമകൾ വിതരണത്തിന് എടുക്കാന്ന് പറഞ്ഞിട്ട് എടുക്കാതിരുന്നത് വല്ലതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും അംബാനിയുടെയൊക്കെ മറ്റൊരു വേർഷനാണ് ഇതിനകത്തൊരു കഥാപാത്രമായിട്ട് കാണിക്കുന്നത്. ആ കഥാപാത്രമായിട്ട് വന്ന ആൾ നന്നായിട്ട് ഈ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. ഒരു വില്ലനിഷ് അപ്രോച്ച് ഉള്ള ഒരു സംഭവമാണ്, പക്ഷേ എങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ തുടങ്ങി ഏതാണ്ട് ഹാഫ് ടൈം വരെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് നിർത്തും. കാരണം നമുക്കൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പ്രഡിക്ഷൻ നമ്മുടെ മനസ്സിൽ വരുമല്ലോ, ഇങ്ങനെ പോകും, ഇന്റർവെൽ ആകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ നിൽക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഒരു സംഭവം നമ്മുടെ മനസ്സിൽ വന്നെങ്കിലും അങ്ങനെ ഒന്നുമല്ല, സിനിമ ഇങ്ങനെ തോന്നിയ കണക്ക് അങ്ങനെ പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇന്റർവെൽ എവിടെ വരും എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ഒരു പഞ്ചിങ് സീൻ വന്നപ്പോഴത്തേക്ക് അവിടെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ അവിടെ അല്ല, പക്ഷെ പിന്നെ അങ്ങോട്ട് പോയിട്ട് ഇന്റർവെല്ലായി. അപ്പൊ അങ്ങനെ വളരെ എക്സ്റ്റെൻഡഡ് ഒരു ലോങ് വേർഷൻ സിനിമയാണ്. അതായത് ഒരു ചെറിയ ത്രെഡ് എടുത്തിട്ട് അദ്ദേഹം എക്സ്പാൻഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും വളരെ വലുതായിപ്പോയി. കാരണം ഒരുപാട് സീൻസ് ഒക്കെ ഇതിനകത്ത് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ഒഴിവാക്കി ഇതിനെ ഒന്നും കൂടെ പ്രിസൈസ് ആക്കിയിരുന്നെങ്കിൽ പോലും സിനിമയുടെ മൊമെന്റത്തിൽ ഒരു ലോജിക്ക് നമുക്ക് പ്രേക്ഷകന് കിട്ടണമല്ലോ. അങ്ങനെ ഒരു ലോജിക്ക് പ്രേക്ഷകന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിനെ ഒന്ന് സോർട്ട് ചെയ്ത് അതിലൊരു ആസ്വാദനം ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോ അങ്ങനെയുള്ള ഒരു ആസ്വാദനവും ഇല്ല. വേണമെങ്കിൽ വന്നിരുന്ന് 3 മണിക്കൂർ സഹിച്ചോ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ പേര് പോലെ തന്നെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകളും ഇങ്ങേറ്റം ഏറ്റവും ദരിദ്രരായിട്ടും ഉള്ള ആളുകളുടെ ഇടയിലുള്ള കുറച്ച് കോൺഫ്ലിക്ട്സ്, പിന്നെ ഈ ബിനാമി പരിപാടി, ഇതിന്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഈ ഒരു സബ്ജക്ട് തിരക്കഥയെ നന്നായിട്ട് എഴുതുന്ന ഒരാളിനെയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശങ്കർ ചിലപ്പോൾ ഇതിനും മെച്ചമായിട്ട് ഈ സിനിമ എടുത്ത് വയ്ക്കുമായിരുന്നു തോന്നി. അതായത് സിനിമയ്ക്ക് ഒരു ഹൈയും ഇല്ല, ഒരു ലോയും ഇല്ല, ഇങ്ങനെ ഒരു സ്റ്റഡി ലെവലിൽ പോവും. പക്ഷെ അവസാനം സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ സിനിമ എടുത്ത് വെച്ചാൽ ഇത് വർക്ക് ആവില്ല എന്ന് തോന്നിയിട്ട് പിന്നെ നമ്മുടെ മ്യൂസിഷ്യനെ കൊണ്ടിട്ട് കുറച്ച് പിടച്ച് കുറച്ച് സീനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് സീൻ എലിവേഷൻ തോന്നത്തക്ക വിധത്തിൽ കുറച്ച് മ്യൂസിക് ഒക്കെ വെച്ച് കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു രസം ഉണ്ടായിരുന്നു. ഈ ദേവി പ്രസാദാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മ്യൂസിക് അത്യാവശ്യം നല്ല പുഷ്പയിലൊക്കെ തകർത്ത സംഭവമാണ്. പക്ഷെ ഇതിനകത്ത് അദ്ദേഹം ഔട്ട്ഡോറിൽ വരുന്ന ചില സിറ്റുവേഷനിലൊക്കെ അദ്ദേഹം ഇട്ടിരിക്കുന്ന മ്യൂസിക് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും ഒട്ടും റിലേറ്റബിൾ ആവുന്നില്ല. ഇദ്ദേഹം ഏത് ലോകത്തിരുന്നത് ഇതിന് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തെന്ന് നമുക്ക് തോന്നിപ്പോ. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റാണോ എന്നില്ല, ഡയറക്ടറുടെ ഡിമാൻഡിനനുസരിച്ചായിരിക്കും അദ്ദേഹം കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തം ഒരു അവിയൽ സംഭവമായിരുന്നു. പിന്നെ ധനുഷിന്റെ ക്യാരക്ടർ ധനുഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് ഒരു അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ മാക്സിമം ത്രോട്ടിൽ ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു കഥാപാത്രത്തിനല്ല അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അത് ഡയലോഗ്സിലൊക്കെ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം, എന്തോ ആ ഒരു പഞ്ച് കിട്ടുന്നില്ല. ഈ ഒരു കഥാപാത്രത്തിനോട് നമുക്കൊരു ഇൻവോൾവ്മെന്റ്, ഒരു പ്രേക്ഷകനൊരു ഇൻവോൾവ്മെന്റ് തോന്നിയിട്ട് വേണം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെല്ലാം നമ്മളെ കൺവിൻസ് ചെയ്യാനും. അപ്പോഴാണ് നമുക്ക് ആ ഒരു സിനിമയുടെ അടുത്ത് ഒരു കണക്ട് കിട്ടുന്നത്. ഇത് അങ്ങനെയുള്ള ഒരു കണക്ട് ഈ സിനിമയ്ക്കകത്തില്ല. അപ്പൊ അങ്ങനെ ബോറടിച്ചാണ്ട് ഇന്റർവെല്ലിൽ പോയി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് കുറച്ച് അവിടെ കുറച്ച് ഹൈസ് ഉണ്ട്. അതിന്റെ മ്യൂസിഷ്യനെ വെച്ച് കുറച്ച് കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി ഒക്കെ വേറെ ലെവലാണ്. ഇതിനകത്ത് വില്ലനായിട്ട് വന്നിരിക്കുന്ന കഥാപാത്രമാണ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മൂവിയുടെ അകത്തൊരു സോൾ എന്ന് പറയാവുന്നത്. അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരക്കഥയിൽ ഇങ്ങനെ എവിടെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ വയ്യാതെ എനിക്ക് തോന്നുന്നില്ല സീരിയൽ എഴുതുന്ന കണക്കാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഓരോ സമയത്തും അദ്ദേഹത്തിന് തോന്നുന്നത് അങ്ങ് എഴുതി വെക്കുകയാണ്. ഒരു ത്രെഡ് ഉണ്ട്, പക്ഷെ ആ ത്രെഡിന് പെട്ടെന്ന് പുതിയ ആശയങ്ങൾ വരുമ്പോൾ അത് ആ രീതിയിൽ അതിനെ മോഡുലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള രീതിയിലാണ് തിരക്കഥ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനും
ഒരു സീരിയൽ കാണുന്ന പ്രതീതി. ഇത് കട്ട് ഷോട്ട് ചെയ്ത് സീരിയലാക്കി കാണിച്ചാലും ഈ 3 മണിക്കൂർ എന്നുള്ളത് ഈ അരമണിക്കൂറായിട്ടുള്ള ഷോർട്ട്, എനിക്ക് തോന്നുന്നു വെബ് സീരീസിനെ എടുത്ത് സിനിമ ആക്കിയതാണോ എന്ന് തന്നെ സംശയമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഓവറോൾ സിനിമ. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. സാധാരണ നമ്മളൊരു ഇന്റർവെല്ലിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുന്നതാണ്, ആ ഒരു സാഹചര്യം സിനിമ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇത് അതും പറ്റുന്നില്ല. അവസാനത്തെ ഒരു ഹാഫ് ആൻ അവറിന് മുന്നേ പോലും എഴുന്നേറ്റ് പോകാൻ തോന്നിയായിരുന്നു. അത്രയ്ക്ക് ഡീവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ഞാൻ ഔട്ട് ഓഫ് 10 5 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.